Good evening. Good Good evening. evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, Good ma'am. evening, miss. Good evening, Alpha. Good evening, Ansel. Deepthi. Good evening. Good evening, ma'am. Good evening. എല്ലാ ദിവസവും എന്നെ കണ്ട് നിങ്ങക്ക് Good evening, ബോറടിച്ചോ? ma'am. ഗുഡ് ഈവനിങ്. ബോറടിച്ചോ? No, ma'am. ഇല്ല. No, ma'am. Yeah, ma'am. ജിഷ മിസ് ഈ വീക്ക് തന്നെ വരും കേട്ടോ. ഹോസ്പിറ്റൽ ഇഷ്യൂ ആയിട്ടാണ് വരാത്തത് കേട്ടോ. ഓക്കെ ഓക്കെ. ഇന്നാരാ പ്രയർ? ആരാ പ്രയർ? പ്രയർ ആരെങ്കിലും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. പ്രയർ ഉണ്ടോ? പ്രയർ ആരും പ്രിപ്പയർ ചെയ്തിട്ടില്ല. എന്താ ഇത്? ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ പ്രയർ എന്തായാലും വേണമെന്ന്. മുബീന പ്രയറിന് റെഡിയാണോ? പ്രയറിന് Yes, റെഡിയാണ്. ma'am. ഞാൻ റെഡിയാണ്. റെഡിയാണ് അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. പ്രയർ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Thank you, God, for giving us a life. Thank you, God, giving us the ability to see and touch, hear and smell, speak and eat, write and walk. Thank you, God, for giving us a life. Thank you, God, giving us the ability. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇനി മറ്റു ചില ആക്ടിവിറ്റീസും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ഷൻ സോങ്ങിന് ആരെങ്കിലും റെഡിയാണോ? ആക്ഷൻ സോങ് ആണോ? റെഡിയാണോ ആരെങ്കിലും? ആക്ഷൻ സോങ്, റോൾ പ്ലേ, റോൾ പ്ലേ റെഡിയാണോ?
ജ്യോതി ഉദയ, ജ്യോതി യെസ് മാം. റെഡിയാണോ? ആക്ഷൻ സോങ്ങോ അല്ലെങ്കിൽ റോൾ പ്ലേയോ? ഇന്ന് റെഡി അല്ല മാം, നാളെ ചെയ്യാമോ റോൾ പ്ലേ? നാളെ ചെയ്യട്ടോ, നാളെ റെഡി ആയിട്ട് വാട്ടോ. ഓക്കെ. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരുടെയെങ്കിലും കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഓക്കെ, സ്ലൈഡ് ഒന്ന് ഓക്കെ. അപ്പൊ നമ്മള് യൂണിറ്റ് 7 ഹെൽത്ത് കെയർ കഴിഞ്ഞല്ലേ? കുറെ കാര്യങ്ങൾ പഠിച്ചില്ലേ? അതുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങൾ, എക്സ്പീരിയൻസ് കാര്യങ്ങളും ഇല്ലേ നിങ്ങൾക്ക് ഇതിനകത്ത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതായിരുന്നു അല്ലേ? അല്ലേ? കുറെ കാര്യങ്ങൾ പിടികിട്ടിയില്ലേ? ഓക്കെ. നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. യൂണിറ്റ് 5 ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് നിങ്ങൾക്ക് എടുക്കുന്നേ. അപ്പൊ ഞാന് ഇതിനകത്ത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് സ്ക്രീനിൽ വരുന്നില്ല. അതാണ് ഇങ്ങനെ തപ്പിത്തടഞ്ഞോണ്ടിരിക്കുന്നത്, ഇങ്ങനെ ലേറ്റ് ആവുന്നേ. ഓക്കെ, അപ്പൊ ഇന്ന് നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ തന്നെ എക്സ്പീരിയൻസും കാര്യങ്ങളാണ് പറയേണ്ടത്. കാരണം എന്താ, നിങ്ങളെ കൊണ്ടാ കൂടുതൽ ഇത് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അതായത് കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. നിങ്ങൾക്ക് അറിയാല്ലേ, കുഞ്ഞു കുട്ടികളുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? കുഞ്ഞു കുട്ടികളുള്ള 1, 1.5 വയസ്സ്, 2, 3 ഉണ്ടല്ലേ? ഓക്കെ, പിന്നെ നിത്യ, മുബീന, നൗഷു അല്ലെ? ഇത്രയും പേര്. എത്ര വയസ്സായി ആരിഫ? കുഞ്ഞിന് എത്ര വയസ്സായി? 2 വയസ്സ്. 1 വയസ്സ്. 1 വയസ്സല്ലേ? ഓക്കെ. നിസിയ, കുഞ്ഞിന് എത്ര വയസ്സായി? 3 വയസ്സ് അല്ലേ? മുബീന 2 വയസ്സ്. 2. നൗഷു 2.5 വയസ്സ്. 2.5 വയസ്സല്ലേ? തീരെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? 1 വയസ്സിന് താഴെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. അപ്പോ കുഞ്ഞുങ്ങളുടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അല്ലെ? ജിഷാ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ജിഷാ മിസ് ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ച്? കുഞ്ഞുങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആരിഫ? ഇല്ല മാം, ഞാൻ ക്ലാസിക്കൽ ഡാൻസ് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോ കുഞ്ഞുങ്ങളുടെ ഓരോ സ്റ്റേജിലും അവരുടെ ലാംഗ്വേജ് എങ്ങനെയാണ് ഡെവലപ്മെന്റ് വരുന്നത്, എങ്ങനെയാണ് അവരുടെ ഒരു ഡെവലപ്മെന്റ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് തന്നെ പറയാനായിട്ട് സാധിക്കും കേട്ടോ. കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറയാനായിട്ട് സാധിക്കും. അപ്പോ അതിന്റെ ഒരു ടേബിൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്ക്രീൻ ഷെയർ ആവുന്നില്ല. നിങ്ങൾക്ക് ഒന്നും കാണാൻ സാധിക്കുന്നില്ലല്ലോ? ഉണ്ടോ? ഇല്ല മാം. ഇല്ല, കാണാൻ സാധിക്കുന്നില്ല അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് ജനിച്ചു കഴിഞ്ഞ്, ഓക്കെ, അതായത് കുഞ്ഞിന്റെ ജനനം തുടങ്ങി ഒരു 5 മാസം വരെ കുഞ്ഞിന് എങ്ങനെയായിരിക്കും, അതായത് അവരുടെ ലാംഗ്വേജ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തു വരുന്നത്, അതായത് അവരെങ്ങനെയാണ് എന്താ പറയാ ഓരോ വാക്കുകൾ, അതായത് ഓരോ വേർഡ്സ്, കാര്യങ്ങൾ എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ആദ്യം നമ്മൾ പറയാൻ പോകുന്നേ. അപ്പൊ നിങ്ങൾ ആദ്യം ഇത് പറയണം കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങളാണിത് പറയേണ്ടത്, നിങ്ങളെ കൊണ്ടാണ് ഞാനിത് പറയിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. ഓരോരുത്തരും എന്താ, അമ്മമാര് കല്യാണം കഴിക്കാത്തവരാരെങ്കിലും ഉണ്ട് ഇതിനകത്ത്? കല്യാണം കഴിക്കാത്തവരുണ്ടോ? ഇത് ഇതാവണില്ലടാ. ഉണ്ടല്ലേ? ഇത് വന്നില്ലെന്ന്, അതായത് സെർച്ച് ചെയ്ത് നോക്കുമ്പോ കാണില്ല. വാട്സപ്പിൽ നിന്നാണ് അത് എടുക്കണേ. ഓക്കെ, ഒരാളല്ലേ ഉള്ളൂ ഭാവന? ഓക്കെ, ബേബി ആയിട്ടില്ല. ഓക്കെ. സാർ. ഓക്കെ, ആൻസൽ. ഓക്കെ, സാരല്ല. ഓക്കെ. അപ്പോ
എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉണ്ടാവും, ഇതിനകത്ത് കുഞ്ഞുങ്ങളുള്ള ആളുകൾ ഉണ്ടാകും. അപ്പോ എന്ത് ചെയ്യാം, ആദ്യം തന്നെ നമുക്ക് ആരിഫിന്ന് തുടങ്ങാം അല്ലെ? ആരിഫ റെഡിയാണോ? യെസ് മാം. ഓക്കെ, അധികം പ്രശ്നങ്ങളൊന്നും ഇല്ല, മോളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഇപ്പൊ കുഞ്ഞിന് 1 വയസ്സെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ടാണ് അതെ ആദ്യം മാം. തന്നെ ചോദിക്കുന്നത്. ഓക്കെ, അതായത് കുഞ്ഞ് ജനിച്ച് ഒരു 5 മാസം വരെ എന്തായിരിക്കും എക്സ്പ്രഷന് കാര്യങ്ങളും എന്തൊക്കെയാണ് അത് വരുന്നത്? എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മ കളിപ്പിക്കുമ്പോ ചിരിക്കുകയൊക്കെ ചെയ്യും, നല്ലോണം ചിരിക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെ നല്ലതായിട്ട് വർത്താനം പറയും, എന്നാലും ചെറിയ രീതിയിൽ ആ ഒരു മൂളല്, ആ പിന്നെ അല്ലേ? പിന്നെ ഒരു വിധം ഉമ്മാന്ന് വിളിക്കാൻ വല്ല ഇങ്ങനെ പറയുന്ന ആ ഒരു രീതിയിലൊക്കെ പറയുമായിരുന്നു. ആ പിന്നെ കുറച്ചും കൂടി വരുന്നില്ല. പിന്നെ അത്രേ ഉള്ളൂ? ഇനി എന്തെങ്കിലും ഉണ്ടോ അഡീഷണൽ ആയിട്ട്? അഡീഷണൽ ആയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ചൊന്നുമില്ല അല്ലെ? ഓക്കെ, അത്രേ ഉള്ളോ? ആരിഫ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളോ? അത് സ്ക്രീൻ ഷെയർ ചെയ്യണം, നിർത്തുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. അത് ഭംഗിയില്ലെന്നു. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല കേട്ടോ, ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അതെ, ഓക്കെ. ഇനി വേറെ ആരാ? നിസിയ സമദ്. നിസിയ. അവൻ വേഗം സംസാരിക്കും, ഓടിക്കളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇവന്റെ തൊട്ട് മുമ്പുള്ള ഒരു കുട്ടിയുണ്ട്, അപ്പൊ 2 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. അത് കാരണം അവക്കടെ ഇതില് വേഗം നടക്കുകയും അവള് പറയണ പോലെയൊക്കെ സംസാരിക്കും. അവള് ചെയ്യണ എല്ലാ കുരുത്തക്കേടും ഒക്കെ ഇവനും ചെയ്യുമായിരുന്നു. എല്ലാം ചെയ്യുക അല്ലേ? ഓക്കെ ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ കുഞ്ഞിന്? അതായത് കുഞ്ഞിന് 5 മാസം വരെ. രേഷ്മ പറഞ്ഞോളൂ. 5 മാസം വരെയുള്ള കാര്യം കേട്ടോ ഞാനിപ്പോ ചോദിക്കുന്നത് നിങ്ങളോട്, ഓർത്തൊന്ന് പറയാൻ നോക്കുക കേട്ടോ. മോന് ഇതുപോലെ ഒരു 4 മാസം കഴിഞ്ഞപ്പോ ചെവിട് വേദനയായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. അറിയാനറിയില്ലല്ലോ എന്താ വേദന. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തന്നെ അവിടെ ഇവിടെ ഇങ്ങനെ പിടിക്കുമ്പോ ചെവിട്ടിലേക്ക് പിടിച്ചിരിക്കുമ്പോ അവൻ ഭയങ്കര ഉറക്കെ അറിയായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറയാൻ അറിയില്ല കുട്ടിക്ക്. ആക്ഷനും കൈ എങ്ങനെയൊക്കെ ചെന്ന് അവിടെ ഇവിടെയൊക്കെ കാണിക്കുന്നല്ലാണ്ട് അവന് എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത്ര ഏജ് അല്ലേ ആയിട്ടുള്ളൂ. 4.5 മാസം ആ സമയത്തായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ മനസ്സിലാക്കി. പിന്നെ വയറുവേദന വരുമ്പോഴും ഇതുപോലെ തന്നെ കരച്ചിലായിരുന്നു മെയിനായിട്ട്. അപ്പൊ അങ്ങനെ അത് മനസ്സിലാക്കിയിരുന്നു. പിന്നെ എന്തെങ്കിലും കാണണം, എടുക്കണം, റെഡ് കളറിനോടൊക്കെ ഭയങ്കര അട്രാക്ഷൻ ഒക്കെ ആകുമ്പോ വായിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ എനിക്ക് മനസ്സിലാവും അത് വേണം, കൈക്ക് പിടിക്കണം. പിന്നെ ഹോൾഡ് ചെയ്യാനൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ പതുക്കെ അങ്ങനെ പിടിച്ച് അങ്ങനെ പിന്നെ സ്ലോലി ആയിരുന്നു വർത്താനൊക്കെ, എന്നാലും മനസ്സിലാവുമായിരുന്നു ഒരുവിധമൊക്കെ. ഒരുവിധമൊക്കെ അല്ലേ? ഓക്കെ. ഇനി വേറെ ആരാ? ഇവിടെ അനിയത്തിയുടെ മോള് ഉണ്ട്, ഇപ്പം 4 മാസമായിട്ടേ ഉള്ളൂ കുട്ടിക്ക്. അപ്പൊ നമ്മള് കുറച്ചു നേരം കാണാതെ നിൽക്കുമ്പോ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അവളോട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് സൗണ്ടൊക്കെ ഉണ്ടാക്കി ഭയങ്കര ഇതായിട്ട് നമ്മളെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. നമ്മളോട് ഓരോന്ന് പറയുന്ന പോലെയൊക്കെ ചെയ്യും. റിജോ അമ്മേ, ഇതിന്ന് ലെഫ്റ്റ് ആവാന്നിട്ട് എനിക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. ഈ സ്ക്രീൻ ഷെയർ ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, നിർത്തിയില്ലേ? ഓക്കെ, പിന്നെ വേറെ ആരെങ്കിലും? ജ്യോതി, ഉദയ, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? 5 months വരെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടോ, ഓർക്കുന്നുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഡിഫറെന്റ് ആയിട്ടൊന്നും പറയാനില്ല മാം. ഇല്ല അല്ലേ? എന്റെ മൂത്ത മോള്, എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത കുട്ടിക്ക് ഇപ്പൊ ഒരു 13 വയസ്സാവണു. അപ്പൊ
അപ്പോ അവള് ചെറുതില് എല്ലാം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന കുട്ടിയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ 1 വയസ്സാവുമ്പോഴത്തേക്കും അപ്പ് പറയുമ്പോ ഇങ്ങനെ കൈപ്പൊക്കി കാണിക്കും, ഡൗൺ പറയുമ്പോഴത്തേക്കും കൈ താന്ന് കാണിക്കും, അങ്ങനെ പിന്നെ ഗുഡ് മോർണിംഗ് പറയുമ്പോ നമസ്തേ പറയുമ്പോ എല്ലാം ആക്ഷൻസ് ഒക്കെ വേഗം വേഗം പഠിച്ച് പിന്നെ 1 വയസ്സാകുമ്പോഴത്തേക്കും സെന്റൻസ് പറയാൻ തുടങ്ങി. എന്ന് വെച്ചാല് ഞാൻ കൂടുതൽ ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോ അത് അനുകരിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങുമായിരുന്നു. സോ ബൈ 18 months ഒക്കെ ആവുമ്പോഴത്തേക്കും എല്ലാ സെന്റൻസസും അവൾക്ക് വേണ്ടതൊക്കെ പറയാ ഒക്കെ ചെയ്യായിരുന്നു. പിന്നെ 5 months എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല. എല്ലാ മൈൽ സ്റ്റോൺസ് അവൾ ആ സമയമാകുമ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്യുമായിരുന്നു. കളറ് ബ്രൈറ്റ് കളേഴ്സ് കാണുമ്പോ കൂടുതൽ അങ്ങോട്ട് നോക്കുക, പിന്നെ ചിരിക്കുക, എല്ലാം ആ സമയമാകുമ്പോഴത്തേക്കും എല്ലാ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്ത് തന്നെ എനിക്ക് ഓർമ്മ. വലിയ പ്രത്യേകിച്ച് തന്നെ ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ബർത്ത് തുടങ്ങി 5 months വരെ. പറഞ്ഞോളൂ. ഞാരാ പറഞ്ഞോ കേട്ടോ. 2 മാസം ആയപ്പോഴത്തേനും ഈ ഫാനൊക്കെ നോക്കുമായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു, കറങ്ങണതൊക്കെ. ഓഫ് ചെയ്യുമ്പോ നമ്മുടെ മുഖത്തേക്ക് നോക്കും, അത് ഇടുമ്പോ ഭയങ്കര ഇഷ്ടത്തില് ചിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ബർത്ത് ടു 5 months വരെയുള്ള കാര്യങ്ങളാണ് പറയാൻ പറഞ്ഞത് അല്ലെ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊരു ടേബിൾ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നോട്ട് കയ്യിലില്ലേ നിങ്ങളുടെ? അപ്പൊ 5 months വരെയുള്ള കാര്യങ്ങളാണ് സ്ലൈഡിൽ കാണിക്കുന്നുണ്ടായിരുന്നു, ഷെയർ ചെയ്ത്. പക്ഷെ സാധിക്കുന്നില്ല, എന്തോ നെറ്റിന്റെ എന്തോ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാ കാണിച്ചത് കേട്ടോ. ഇത് പുതിയ ചാപ്റ്റർ ആണോ? ഇത് പുതിയ ചാപ്റ്റർ ആണ് കേട്ടോ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് യൂണിറ്റ് 5 കേട്ടോ. യൂണിറ്റ് 5 ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആ വരുന്നത് കേട്ടോ. ഓക്കെ. ഹെൽത്ത് കെയർ നമ്മൾ എടുത്തു കഴിഞ്ഞായിരുന്നു കേട്ടോ. ഓക്കെ. അപ്പോ 5 months വരെയുള്ള കാര്യങ്ങളില് കുട്ടി ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് വോക്കലൈസസ് പ്ലഷർ ആൻഡ് ഡിസ്പ്ലഷർ സൗണ്ട്സ് ഡിഫറെന്റ്ലി, ലാവ്സ്, ഗിഗിൾസ്, ക്രൈസ് ഓർ ഫ്യൂസസ്, മേക്സ് നോയ്സ് വെൻ ടോക്ക് ടു. എന്താ ഞാൻ പറഞ്ഞേ? ഒന്നുകൂടി വായിക്കാം കേട്ടോ. വോക്കലൈസസ് പ്ലഷർ ആൻഡ് ഡിസ്പ്ലഷർ സൗണ്ട്സ് ഡിഫറെന്റ്ലി, ലാവ്സ്, ഗിഗിൾസ്, ക്രൈസ് ഓർ ഫ്യൂസസ്, makes noise when talked to. എന്താ നിങ്ങൾ പറഞ്ഞതുമായിട്ട് ബന്ധമുണ്ടല്ലേ? ഇല്ലേ? ഉണ്ടല്ലേ? എന്താ അതായത് അവർക്ക് സന്തോഷം വരുമ്പോ എന്താണ്, ഇപ്പൊ നേരത്തെ നിസിയ പറഞ്ഞല്ലേ, ഫാൻ ഓഫ് ആക്കുമ്പോ എന്താ ഫേസ് മാറുന്നു, ഫാൻ ഓൺ ചെയ്യുമ്പോ എന്താ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ആവുന്നല്ലേ, ഭയങ്കരമായിട്ട് അവര് സന്തോഷിക്കുന്നു. ഓക്കെ. അതുപോലെ തന്നെ ഇഷ്ടക്കേട് വരുമ്പോ എന്താണ്, അത് അവരുടെ ഫേസില് ചെറുതായിട്ട് എന്ത് ചെയ്യും, എക്സ്പ്രസ് ചെയ്യും കേട്ടോ. 5 മാസം വരെയുള്ള കുഞ്ഞുങ്ങളാണ് ഈ പറയുന്നേ. ഇനി അതുപോലെ തന്നെ എന്താണ്, ചിരിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹലോ മാം, ഇത് യൂണിറ്റ് 5 ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണോ എടുക്കുന്നത്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് കേട്ടോ. രണ്ട് മാമും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എടുക്കുമ്പോഴേ നമുക്ക് കൺഫ്യൂഷൻ. ഇത് യൂണിറ്റ് 5 ആണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. പാർട്ട് 2 അല്ലേ? പാർട്ട് 2 കേട്ടോ വരുന്നേ. പാർട്ട് 2 പാർട്ട് 1 ലാസ്റ്റ് ചാപ്റ്റർ അല്ലേ? പാർട്ട് 2 അല്ലേ? അല്ല, മറ്റേനകത്ത് പാർട്ട് 1 നാം എടുക്കുമെന്നാണ് പറഞ്ഞത്. 8th ചാപ്റ്റർ. മൊഡ്യൂൾ 1 പാർട്ട് 2 അല്ലേ വരുന്നത്? ഞാൻ പറഞ്ഞിരുന്നോ നിങ്ങളോട് എടുക്കുന്ന? 7ഉം 8ഉം മാം എടുക്കുമെന്നാ പറഞ്ഞിരുന്നത്. ആണല്ലേ? ചൈൽഡ് വെൽഫെയർ ആണെന്ന് തോന്നുന്നു. ചൈൽഡ് വെൽഫെയർ അല്ലേ? അത് ഓക്കെ. ഞാൻ അതിത് 2 or 3 pages ഉള്ളൂ. ഇത് പെട്ടെന്ന് സംഭവം കഴിയും കേട്ടോ. ഇതാണ് ഇപ്പൊ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കത് തുടങ്ങാം കേട്ടോ. ഇതിപ്പോ യൂണിറ്റ് 5 ആണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പൊ എന്താ പിന്നെന്താ ഭയങ്കരമായിട്ട് ചിരിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല? അതായത് കുഞ്ഞുങ്ങള് 5 മാസം, ഇപ്പൊ ഒരു 3 മാസമൊക്കെ ആവുമ്പോ എന്താണ്, നമ്മൾ കുഞ്ഞും കൂടി എപ്പോഴും എന്താ
കിടന്ന് ഇപ്പൊ എന്താ പറയാ നോർമൽ സിസേറിയൻ ഒക്കെ ആണെങ്കിൽ എന്താ 3 മാസം നമ്മൾ റെസ്റ്റ് എടുക്കും അല്ലെ. നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിലാണ് 2 months വരെ എന്ത് ചെയ്യുന്ന റെസ്റ്റ് എടുക്കുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മള് കിടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് അവരുടെ കൂടെ ഏത് സമയം സ്പെൻഡ് ചെയ്യുമ്പോ സിസേറിയന്റെ കേസിൽ ഞാൻ പറഞ്ഞു 3 മാസം വരെയാണ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നത്. അപ്പൊ നമ്മള് ആ കുഞ്ഞുമായിട്ടാണ് കൂടുതൽ നേരം ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടെ കിടക്കുമ്പോൾ അവർ ഉറക്കത്തിൽ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ചിരിക്കില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ കുഞ്ഞുങ്ങളുടെ ചിരി? കണ്ടിട്ടില്ലേ നിങ്ങള് ഉറക്കത്തിൽ കിടന്ന് ചിരിക്കുന്നേ? ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഭയങ്കരമായിട്ട് അവരെന്ത് ചെയ്യുന്നു, ചിലപ്പോ സ്വപ്നം കണ്ടിട്ടായിരിക്കും അത് ചിരിക്കുന്നത്, ഭയങ്കരമായിട്ട് ചിരിക്കുന്നു. അല്ലെങ്കിൽ എന്താണ്, ഉറങ്ങുമ്പോ എന്താ കരയുന്നുണ്ടാവും. ചിരിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യും, കരയുകയും ചെയ്യും അല്ലെ കുഞ്ഞുങ്ങള്. അപ്പൊ അതൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു 5 months വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ്. കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും ഒന്നില്ലെങ്കിൽ കൂടുതലായിട്ടുള്ള കരച്ചില് അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഹാപ്പിനെസ് ഒക്കെ കാണാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ എന്താണ് അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അവര് ചെറിയ ചെറിയ സൗണ്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങും. ഓക്കെ, അത് ഈ ഒരു പീരീഡിലാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും മുഖത്തോട് നോക്കി അവരോട് ചോദിക്കില്ലേ, ആ ഒരു 5 months വരെയുള്ള ഒരു പീരീഡില് എന്തെങ്കിലും കാര്യങ്ങൾ അവർക്കൊന്നും തിരിച്ചു പറയാനൊന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷെ എന്താണ്, കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും പാട്ട് പാടുകയോ അല്ലെങ്കിൽ അവരോട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു കാര്യം സംസാരിച്ചിട്ട് ഇരിക്കുകയോ ചെയ്താല് അവരെന്ത് ചെയ്യും, ചില സൗണ്ട്സ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. കുഞ്ഞു സൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് കേട്ടോ. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളല്ലേ? അപ്പൊ ഇതാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു 5 monthsനുള്ളിൽ സംഭവിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ vocalizes pleasure and displeasure, sounds differently, laughs, giggles, cries or fusses, makes noise when talked to. ഇത്രയും കാര്യങ്ങളാണ് 5 months വരെ. ഓക്കെ, അറിയാലോ? മാമി സെന്റൻസ് ഒന്നുകൂടി പറയും. ബർത്ത് ടു 5 months ആണ് കേട്ടോ. ഒന്ന് എഴുതാം, എന്നിട്ട് എഴുതാം vocalizers. സ്പീഡ് കുറച്ച് പറയണേ. സ്പീഡ് കുറയ്ക്കാം. vocalizers, vocalizes, vocalizes pleasure and displeasure, sounds differently, ബ്രാക്കറ്റിൽ എഴുതാ laughs, 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 comma, giggles, GIGGLES. Comma, cries, 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 or fuses, FUSSES. Okay, makes noise, അടുത്ത ഒരു പോയിന്റ് ആണ് കേട്ടോ. makes noise when talked to, TALKED, talked to, അത്രയേ ഉള്ളൂ കേട്ടോ അതിനകത്ത് വരുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. vocalizes pleasure and displeasure, sounds differently, laughs, giggles, cries or fuses, makes noise when talked to. ഇത്രയും കാര്യങ്ങളാണ് 5 months വരെയുള്ള കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, FUSSES. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ മൊഡ്യൂളിലുള്ളതാണോ വായിക്കുന്നത്? എന്താ മൊഡ്യൂളിലുള്ളതാണോ പറയുന്നത്? മൊഡ്യൂളിലുള്ളതല്ല കേട്ടോ, ഇതൊരു ടേബിൾ ആണ് സെപ്പറേറ്റ് കേട്ടോ. സെപ്പറേറ്റ് ഒരു ടേബിൾ ആണ്. മൊഡ്യൂളിൽ വരുന്നുണ്ട് ഈ കാര്യങ്ങൾ, പക്ഷെ ഇങ്ങനെയല്ല ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്, പക്ഷെ പറ്റുന്നില്ല.
അപ്പൊ നിങ്ങൾക്ക് അതിൽ നോക്കി എഴുതാമല്ലോ. ക്ലാസ് റൂമിൽ ഇട്ടാൽ മതി മാം, ക്ലാസ് റൂമിൽ ഇട്ടാൽ മതി. ക്ലാസ് റൂമിൽ ഇടാം. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് 1 6 to 11 months ആണ് അല്ലെ. അപ്പൊ ആരിഫ് തന്നെ തുടങ്ങിക്കോളൂ കേട്ടോ. 6 മാസം തുടങ്ങി 11 മാസം വരെ എന്തൊക്കെ ചേഞ്ചാ കുട്ടിയിൽ ഉണ്ടാവണേ? കമന്ന് വീഴാൻ തുടങ്ങും. കമന്ന് വീഴും. പിന്നെ അന്നേരം തന്നെ ഓരോന്ന് ഇങ്ങനെ വർത്താനം ആ 5 monthsനെക്കാട്ടി കൂടുതൽ ഉമ്മ എന്നുള്ള ഒരു, നമുക്ക് കേൾക്കുമ്പോ ഉമ്മ എന്ന് തന്നെ തോന്നുന്ന രീതിയിലുള്ള ഒരു സംസാരിക്കുമായിരുന്നു. പിന്നെ എല്ലാത്തിനോടും ഇതുപോലെ തന്നെ ഫാന്, പിന്നെ അവന്റെ ഓരോ കളിക്കുന്ന സാധനങ്ങൾ, ചില ഇതിനോടൊക്കെ മാത്രമേ ഉള്ളൂ, എല്ലാത്തിനോടും ഇല്ല. ഓരോന്നൊക്കെ പിടിക്കുകയും ഇതാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ നീന്താൻ ശ്രമിക്കുമായിരുന്നു, പക്ഷെ എന്നാലും അങ്ങോട്ട് ഇതാക്കൂലായിരുന്നു. പതിയെ പതിയെ നീന്താനും ഇതൊക്കെ തുടങ്ങിയത്. പിന്നെ ഒരു വയസ്സാകുമ്പോഴത്തേക്ക് ഇപ്പൊ എല്ലാരെയും കൂടുതൽ വിളിക്കുക ഉമ്മ എന്നുള്ളത് തേച്ച് വിളിക്കും, ഉപ്പാപ്പ അങ്ങനെ എല്ലാരും വിളിക്കും. പിന്നെ ചിലത് മാത്രം അങ്ങോട്ട് വരൂലെന്നുള്ളു. ഇപ്പൊ കൂടുതലും താങ്ക് യു എന്നുള്ളത് താങ്ക് വരെ വരുള്ളൂ, യു ഒന്നും വരില്ല. പിന്നെ ഇപ്പൊ ആപ്പിൾ എന്ന് പറയുമ്പോ പോയി തൊട്ട് റെഡ് കളർ പോയി തൊടുവോളൂ. ആപ്പിൾ എന്ന് പറയുമ്പോ ആപ്പിൾ ആന്നറിയാൻ പല റെഡ് കളറാന്നറിയാം. അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി മുബീന. ഇതുപോലെ തന്നെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എന്നാലും പെട്ടെന്ന് നമ്മളെ കാണാതിരുന്നാലൊക്കെ അത് എക്സ്പ്രഷൻ കാണിക്കും. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. വേറെ വല്ലവരും ഉണ്ടെങ്കിൽ അപ്പോൾ കരയാൻ തുടങ്ങും, പരിചയമില്ലാതിരിക്കാൻ. മോളായിരുന്ന സമയത്താണ് മോൾക്ക് വേറൊരാൾ എന്നെ ഇല്ലാണ്ട് വേറെ ആരെ കണ്ടാലും ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം സൗണ്ട് ഇട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. പേടിയാണ് പേടിയാണ് എന്ന് പറയും. അങ്ങനെ പേടി എന്ന് മാത്രമേ പറയുള്ളൂ. പേടി പറയും. അങ്ങനെ ഫുള്ളായിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെയായിരുന്നു. മോനെ പിന്നെ ചിരിച്ചോണ്ട് എല്ലാവരുടെ അടുത്തേക്കും ചാടും എടുക്കാൻ വേണ്ടിയിട്ട്. പേടിയില്ല, ആര് വിളിച്ചാലും പോവും. അങ്ങനെ. നിസിയ സമദ്. കമന്ന് ഇരുന്ന് അങ്ങനെ ഓരോ ഇതുള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും. അവരുടെ ലാംഗ്വേജിലുള്ള അവര് പറയുന്ന ഇതിലുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തൊക്കെയാണ് വേർഡ്സുകൾ അവര് യൂസ് ചെയ്യുന്നേ? ഇവൻ അങ്ങനെ എനിക്ക് അങ്ങോട്ട് പറയാൻ കാരണം ഇവൻ പെട്ടെന്ന് സംസാരിച്ചായിരുന്നു. എല്ലാ വർത്താനം ഇപ്പൊ 3 വയസ്സായുള്ള എല്ലാ വർത്താനം പറയും. എല്ലാരും നമ്മള് പ്രതീക്ഷിക്കാത്ത എല്ലാനും പറയും. നമ്മള് പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും അവന്റെ വായിന്ന് വരുന്നത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളൂ കേട്ടാ. പുറത്തേക്ക് ഇറങ്ങിയ വേറെ പരിചയമില്ലാത്തവരെ കണ്ടാലോ പുറത്തേക്ക് ഇറങ്ങിയാലോ ഒരക്ഷരം മിണ്ടൂല. അത് നമ്മട്ടേ മിണ്ടൂല. നമ്മൾ ചോദിച്ചാലും വർത്താനം പറയൂല, ആരുടെയും മുമ്പിൽ വെച്ചായാലും. പക്ഷെ പെരക്കാത്ത് എല്ലാനും പറയും അവൻ. പറയൂ അല്ലേ? ഓക്കെ ഓക്കെ. രേഷ്മ സതീഷ്. രേഷ്മ, എന്തെങ്കിലും ഉണ്ടോ എക്സ്പീരിയൻസ്? മോനുണ്ടായിരുന്നു. 6 നമ്മള് ലിക്വിഡായിട്ട് ഫുഡ് കൊടുക്കില്ലേ, കുറുക്കൊക്കെ കൊടുക്കില്ലേ, മടിയിൽ കൊടുക്കുമ്പോ ഫസ്റ്റത്തെ വേണം. അപ്പൊ 2-3 ടീസ്പൂൺ കഴിക്കും. പിന്നെ ചുണ്ടൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുക്കും, പിന്നെ അമക്കി പിടിച്ചിട്ട് വായ തുറക്കാണ്ട്. അപ്പൊ നിർബന്ധിച്ചായിരുന്നു. അവന്റെ ദേഷ്യം വരുമ്പോ, അതായത് അവന് വേണ്ട, പക്ഷെ നമ്മൾ നിർബന്ധിച്ച് കൊടുക്കുമ്പോ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് മുറുക്കും. വേണ്ട, ഇഷ്ടല്ല, പിന്നെ മുഖം കിടന്നാട്ട. അപ്പൊ നമ്മൾ മനസ്സിലാവും വേണ്ട. എന്നാലും വിശക്കുല്ലോ എന്ന് വെച്ചിട്ട് തിരിച്ചു കൊടുക്കും. അതേ സ്പീഡിൽ കുത്തിക്കളയും. അങ്ങനെ അത്രേ ഉള്ളൂ, അല്ലാണ്ട് അധികം അങ്ങനെ ഓർമ്മയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ആരാ പറയാ? രമ്യ. രമ്യ അരുൺ, എന്തെങ്കിലും ഉണ്ടോ കാര്യങ്ങള്? രമ്യ. കുഞ്ഞായിട്ടില്ല മാം. ആയിട്ടില്ല. ഓക്കെ ഓക്കെ. നസീമ. എക്സ്പീരിയൻസ് പറയുമ്പോൾ പിള്ളേരിങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഈ ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അതിന്റെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ അതിന്റെ ഫസ്റ്റ് വേർഡ്സുകളൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ തുടങ്ങും. പക്ഷെ ശരിക്കും എന്താ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഇപ്പൊ ആൺകുട്ടികളൊക്കെ ആവുമ്പോ കാറ് അങ്ങനത്തെയൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പൊ അവർക്ക് അതിങ്ങനെ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. അപ്പൊ ഏകദേശം പറഞ്ഞ കാര്യങ്ങള് ഒക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആരിഫ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ.
ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ കൂടുതലായിട്ട് ആരിഫയാണ് പറഞ്ഞെന്ന് തോന്നുന്നു. ഞാനിത് എന്തായാലും ഒന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, വായിച്ച് നിങ്ങളൊന്ന് ആദ്യം ഒന്ന് ലിസൺ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എഴുതിയെടുത്താൽ മതി കേട്ടോ, റൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ 6 to 11 months വരെയുള്ള ആ ഒരു കുഞ്ഞിന്റെ ആ ഒരു പീരീഡില് കുഞ്ഞിന്റെ ലാംഗ്വേജ് എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ്സ് നോ നോ. ഓക്കെ, നോ നോ അതായത് കുഞ്ഞ് വേണ്ട വേണ്ട എന്ന് മനസ്സിലാക്കും. ഉണ്ടോ ആരിഫ? കുഞ്ഞ് വേണ്ട അതായത് ഉണ്ടല്ലേ? എങ്ങനെയാ? എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോഴാണോ? ഭക്ഷണം കൊടുക്കുമ്പോ അല്ല, അവന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ അവൻ എങ്ങനെ വന്നാൽ കൈവച്ചാലും തട്ടും, കൈവച്ച് തട്ടും. അങ്ങനെയൊക്കെയാണ്. കുറുക്ക് കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, വേണ്ടെങ്കിൽ അങ്ങനെ തന്നെ തട്ടാ, പിന്നെ നോക്കലില്ല. ഓക്കെ, അപ്പൊ കുഞ്ഞിന് വേണ്ട എന്നാണെങ്കിൽ കുഞ്ഞ് എന്താണ് അത് മനസ്സിലാക്കിയാണ്. ഇപ്പൊ കുറുക്ക് കൊടുക്കുമ്പോ എന്താണ് അവന് വേണ്ടെങ്കിൽ എന്താണ് അത് തട്ടിക്കളയാനായിട്ട് ആ ഒരു എന്ത് ചെയ്യാ, ആ ഒരു പ്രവണത കാണിക്കുകയാണ് കുഞ്ഞല്ലേ. അപ്പൊ കുറച്ചും കൂടി എന്താണ് ഒരു കാര്യം കൂടെ കുട്ടികളെ വണ്ടിയിൽ നമ്മളിപ്പോ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോഴത്തേക്കും അവര് അതിൽ കയറണം എന്നുള്ള ഒരു ഇതാണ്. അതിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഒരേ കരച്ചിലായിരിക്കും. 2 വീലറിലാണ് 4 വീലറിലാണ് നമ്മള് കുട്ടികള്, പക്ഷെ അത് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ കൊണ്ടുപോയ ഓക്കെ ഓക്കെ. അപ്പോ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ്സ് നോ നോ കേട്ടോ. ഇനി സെക്കൻഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് ബബിൾ സേസ് ബാ ബാ ബാ. ഉണ്ടോ ആരിഫ? ബാ ബാ ബാ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ആരിഫ പറയുന്നതുമായിട്ട് കുറച്ച് കണക്ഷൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് കേട്ടോ. ബാ 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 സൗണ്ട് എന്തുണ്ടാക്കും? കുട്ടി ഉണ്ടാക്കും കേട്ടോ. ഓക്കെ, 6 to 11 months. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് സേസ് മാ മാ അല്ലേ ആരിഫ? യെസ് മാം. ഓക്കെ, മാ മാ. ഓക്കെ, ഇനി അതല്ലെങ്കില് ഡാ ഡാ. ഉണ്ടോ? ഡാ ഡാ ഉണ്ടോ? ഇല്ലല്ലേ? വിളിക്കാനൊക്കെ ശ്രമിക്കുമായിരുന്നു. ഡാ ഡാ. ഓക്കെ, മാ ഉണ്ട്, അതുപോലെ തന്നെ ബാബ. രതി പറഞ്ഞോളൂ കേട്ടോ. ഞങ്ങള് വിളിക്കണത് അപ്പ അമ്മ എന്നൊക്കെയാണ് വിളിക്കുന്നത് ഞങ്ങളുടെ ഭാഷയില്. അപ്പൊ അമ്മൂമ്മമാരെയൊക്കെ ദൊഡ്ഡാന്നൊക്കെ പറഞ്ഞ, അപ്പൊ ദൊഡ്ഡാന്ന് പറയുന്നത് ദൊദ്ദൊന്നൊക്കെ പറഞ്ഞോണ്ട് ഒക്കെ വിളിക്കുമായിരുന്നു. പിന്നെ വണ്ടികൾ റോഡിൽ കൂടി ഏത് നേരം പോകുമ്പോ വണ്ടി ഓടിക്കണ മാതിരിയുള്ള സൗണ്ട് കാണിക്കല്, അങ്ങനെയുള്ള സൗണ്ട്സും കാര്യങ്ങളൊക്കെ കാണിക്കും അല്ലേ? പിന്നെ ചേട്ടനുള്ളതുകൊണ്ട് അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇവനും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ പറയുമായിരുന്നു. പറയുമായിരുന്നല്ലേ? ഓക്കെ, അതായത് മീനിങ് മനസ്സിലാക്കിയതാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഇപ്പൊ ബാബായാലും മാമായാലും ഡാഡായാലും ഒക്കെ എന്താ വിതൗട്ട് മീനിങ്, അവർക്ക് അതിന്റെ മീനിങ് അറിയില്ല, പക്ഷെ എന്താണ് സൗണ്ട്സ് അവര് പറയാനായിട്ട് ട്രൈ ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് tries to communicate by actions or gestures. ശരിയാണ് ആരിഫ? അതായത് ആക്ഷൻസിലൂടെയൊക്കെ എന്താണ് ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യാണ് പറയാനായിട്ട് അവര് ട്രൈ ചെയ്യുന്നു. ആക്ഷൻസ് ആണ് കൂടുതലായിട്ടും അവര് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് tries to repeat your sounds. ശരിയാണോ ആരിഫ? ആണല്ലേ? നിങ്ങളുടെ സൗണ്ട് തന്നെ എന്താണ് റിപ്പീറ്റ് ചെയ്യാനായിട്ട്, നിങ്ങൾ പറയുന്നത് എന്താണോ അത് അവൻ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നു. നല്ലോണം ശ്രദ്ധിച്ചിരിക്കും നമ്മൾ എന്താ പറയുന്നതിനെ കേട്ട്. അതെ, നല്ലോണം അവരെ ഒബ്സർവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നേ അത് പറയാനായിട്ട് ട്രൈ ചെയ്യുന്നത് കേട്ടോ. ചിലപ്പോ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കാതെ വരാറുണ്ട്. പക്ഷെ എന്താണ് ട്രൈ ചെയ്യും അവര്. ഓരോ വേർഡ്സ് ചിലപ്പോ അവര് പറയാനായിട്ട് ശ്രമിക്കും. പിന്നെ പതിയാണ് അവരുടെ ഒരു വളർച്ചാ സ്റ്റേജിലാണ് ആ ഒരു ഫുൾ വേർഡ്സ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങളുടെ അമ്മയെയോ അല്ലെങ്കിൽ അച്ഛനെയോ ആയിരിക്കും ചിലപ്പോ വിളിക്കുന്നത്. കുഞ്ഞത് കേട്ട് അത് പറയാനായിട്ട് ചിലപ്പോ ശ്രമിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങള് നിങ്ങളുടെ അമ്മനെ എന്താ വിളിക്കുക? അമ്മാന്ന് തന്നെ, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു വേർഡ്, ഇപ്പൊ നിങ്ങളുടെ മൂത്ത കുട്ടി ഉണ്ടെങ്കിൽ അവനെ ഇപ്പൊ എന്താ പറയാ, സേറ എന്നാണ് മൂത്ത കുട്ടിയുടെ പേരെന്ന് വിചാരിക്കുക, സേറ എന്നാണ്, സേറ. ഓക്കെ, അപ്പോ കുട്ടി എന്താണ് ഈ പേര് കേൾക്കാണ്, നിങ്ങൾ മൂത്ത കുട്ടീനെ വിളിക്കുന്നത് സേറ ഇങ്ങോട്ട് വാ, സേറ ഇങ്ങോട്ട് വാ എന്നൊക്കെ എപ്പോഴും എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിക്ക് ഈ ഒരു വാക്ക് എന്താണ് പതിയോ അല്ലെ? അപ്പൊ കുട്ടി അത് ആ ഒരു വാക്ക് ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങും. ഇപ്പൊ സാന്ന് മാത്രമേ ചിലപ്പോ വരുള്ളൂ.
സേറ എന്ന് പറയുന്നത് ചിലപ്പോ 1 അല്ലെങ്കിൽ 1.5 വയസ്സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു ഫുൾ വേർഡ് കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞ് പറയുന്നുണ്ടാവുക. അപ്പോ നിങ്ങൾ എന്താണോ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് അത് പറയാനായിട്ട് കുഞ്ഞ് ശ്രമിക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ ഒരു നിങ്ങൾ പറയുന്ന ആ ഒരു വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രമേ ചിലപ്പോ എന്തുണ്ടാവുള്ളൂ കുട്ടിക്ക് പറയാനായിട്ട് സാധിക്കും. മോന് ലാസ്റ്റത്തെ വിളിക്കും, മോള് ഉമ്മച്ചീന്നാ വിളിക്കുക, അപ്പൊ അവന് ഇച്ചീന്ന് മാത്രം വിളിക്കും. ഓക്കെ, ശരിയാണ്. അതായത് അതേപോലെ മാം നമ്മളെ ഈ കുട്ടികൾ ചെറുപ്പത്തിലേ വാക്കുകൾ ചിലപ്പം ഇങ്ങനെ ബ്രദേഴ്സിനെയൊക്കെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് താത്ത അല്ലെങ്കിൽ ഇങ്ങനെ താഴെയുള്ളവര് വിളിച്ചിട്ട് അങ്ങനെ ആ കുട്ടികൾ ആ വേർഡ്സുകൾ തന്നെ ഉപയോഗിച്ച് വലുതായി കഴിഞ്ഞാൽ അവര് അവരുടെ ഫാദേഴ്സിനെ വിളിക്കുക ഇക്കാന്നോ അല്ലെങ്കിൽ മദേഴ്സിനെ താത്താന്നോ അങ്ങനെയൊക്കെ വിളിക്കുന്ന ഒരിതുണ്ട്. കാരണം നമ്മുടെ ഹസ്ബൻഡിന്റെ പെങ്ങന്മാരോ ആരെങ്കിലുമൊക്കെ നമ്മളെ പേര് വിളിക്കുമ്പോ താത്താന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാല് കുട്ടി അത് തന്നെ പഠിച്ച് വളരുമ്പോ മൂത്ത കുട്ടികൾക്കൊക്കെ ചില വീടുകളിലൊക്കെ അങ്ങനെ കാണാറുണ്ട്. ശരിയാണ് കേട്ടോ, നസീമ പറഞ്ഞത് കറക്റ്റ് ആണ്. അതായത് എന്റെ മൂത്ത മോനെ ചിറ്റാന്നാ വിളിച്ചോണ്ടിരുന്നത്. ചിറ്റ, അതെന്താ? അത് ചേട്ടന്റെ മോള് ചിറ്റാന്നാ വിളിക്കണേ. അപ്പൊ അത് കേട്ടിട്ട് അവനും ചിറ്റാന്നാ വിളിക്കുക, അമ്മാന്ന് വിളിച്ചിട്ടുണ്ടായില്ല. അവൻ ആദ്യം അച്ചാന്നാ വിളിച്ചേ. പിന്നെ അച്ഛനെയാണ് ആദ്യം വിളിച്ചത്, അച്ഛാന്നാണ് വാക്ക് ആദ്യം പറഞ്ഞത്. പിന്നെ എന്നെ ചിറ്റാന്നാ വിളിച്ചേ. പിന്നെ ഒരു 4-5 വയസ്സ് കഴിഞ്ഞിട്ടാണ് അമ്മ എന്നുള്ളതിലേക്ക് വന്നതല്ലേ? ഓക്കെ ഓക്കെ, അതാണ്. അതായത് ആ കുഞ്ഞ് എന്താണ് ചെറുപ്പത്തിലേ തുടങ്ങിയത് കൂടുതലായിട്ട് ഇങ്ങനെ കേട്ടാണ് എന്ത് ആ ഒരു വാക്ക് അവന് വരുന്നത് അല്ലേ? ഓക്കെ, എന്റെ അമ്മ ജ്യോതി എന്ന് വിളിച്ച് കേട്ടിട്ട് അവള് 3 വയസ്സ് വരെ എന്നെ പേര് വെച്ചിട്ട് തന്നെ വിളിച്ചിരുന്നത്. പേര് വെച്ചിട്ടാണ് വിളിച്ചിരുന്നത് അല്ലെ? ജ്യോതി എന്ന് വിളിക്കുന്നത്. അതെ. എന്റെ മൂത്ത ബ്രദർ അങ്ങനെ വിളിക്കുക, എന്റെ ഉപ്പയെ ഇക്കാന്ന് വിളിക്കുക. കാരണം എന്റെ ഉപ്പാടെ പെങ്ങന്മാരൊക്കെ വിളിച്ച് അങ്ങനെ അവനെ ഇക്കാന്ന് വിളിക്കുക. പിന്നെ മാറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ ഉപ്പാന്ന് വിളിച്ചു, പക്ഷെ അവൻ മാത്രം ഇക്കാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, മുബീന പറഞ്ഞോളൂ. ഇനി മുബീന. എന്നെ ആദ്യം ഇച്ചിന്നൊക്കെ വിളിച്ചിരുന്നു, ഇപ്പൊ എല്ലാവരും വീട്ടില് മുബീന്ന് വിളിക്കുന്നതുകൊണ്ട് മുബീന്ന് മാത്രമേ വിളിക്കുള്ളൂ. ബിബിന്ന് വിളിക്കുക. എന്തുണ്ടെങ്കിലും അറിയാം അത് ദേഷ്യാണ് എന്നറിയാം, വിളിക്കണ്ടാത്തതാണ് എന്നറിയാം. അപ്പം കുറച്ച് ഇതുണ്ടെങ്കിൽ ആദ്യം ഉമ്മീന്നൊക്കെ വിളിച്ച പിന്നെ ഒന്ന് ട്യൂൺ മാറ്റിയിട്ട് ബിബി പറഞ്ഞത് കേട്ടില്ലേ ചോദിക്കും, അങ്ങനെ വിളിക്കും. ഓക്കെ, നിസി എന്തെങ്കിലും പറയാനുണ്ടോ? നിസിയ. അവൻ ഇവരെ ഇത്താത്താമാരെ ഇത്താത്താന്ന് വിളിക്കൂല, പേരാ വിളിക്കുന്നത്. ഫാത്തിമ, ഐഷ എന്നും പറഞ്ഞ് 2 പേരും പേരാ വിളിക്കുന്നത്. അതെല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും എന്റെ മൂത്ത മകനെ ഞാൻ മോനെ വിളിക്കൂ. അപ്പൊ രണ്ടാമത്തെ ആള് ഇപ്പൊ വിളിക്കുക, 2.5 വയസ്സായിട്ടേ ഉള്ളൂ. മോനെ വിളിക്കുക. മൂത്താള ഇളയാള് മോനെ. അപ്പൊ നമ്മൾ വിളിക്കുന്ന അതേപോലെ അത് തന്നെയാണ് ഒരു അനുകരിക്കുന്നത്. മോനെ എന്ന് വിളിക്കും അല്ലെ? ഓക്കെ. അത് നിങ്ങളെ അവര് അനുകരിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. നിങ്ങൾ എന്താണോ പറയുന്നത് അത് തന്നെ എന്ത് ചെയ്യും, അവര് പറയാനായിട്ട് ശ്രമിക്കും. കുറച്ചും കൂടി വലുതായി കഴിയുമ്പോഴാണ് ശരിയായിട്ട് നമുക്ക് അവർക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ കേട്ടോ. ഇതാണ് പേര് അല്ലെങ്കിൽ ഇതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾക്ക് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 6 to 11 months വരെ കുട്ടിക്ക് സംഭവിക്കുന്നത് കേട്ടോ, ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഞാൻ 5 months വരെ പറഞ്ഞത് വോക്കലൈസസ് പ്ലഷർ ആൻഡ് ഡിസ്പ്ലഷർ സൗണ്ട്സ് ഡിഫറെന്റ്ലി, ലാഫ്സ്, ഗിഗിൾസ്, ക്രൈസ് ഓർ ഫിസേഴ്സ്, മേക്ക് നോയ്സ് വെൻ ടോക്ക് ടു. ഇത്രയും കാര്യങ്ങളാണ് 5 months വരെ. ഇനി 6 to 11 months കേട്ടോ, ആവശ്യമുള്ളവരെ എഴുതിയെടുക്കുക കേട്ടോ. പറയട്ടെ ഞാൻ? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ്സ്, നോ. ഓക്കെ, 6 to 11 months ആണ് കേട്ടോ. അണ്ടർസ്റ്റാൻഡ്സ്, നോ. Second point, bubbles, BABBLES. BABBLES. അതിന്റെ ബ്രാക്കറ്റിലായിട്ട് എഴുതാ says, SAYS, says,
ബാ ബാ ബാ. BA BA BA. ഓക്കെ, 3 ബാ വരും കേട്ടോ. BA ആണോ? BA B ആണ് കേട്ടോ. B BA BA BA. ഓക്കെ, ഓരോന്നിന്റെ 3 ഞാൻ പറഞ്ഞു, അതിന്റെ ഇടയിലായിട്ട് ഹൈഫൻ ഇടാം കേട്ടോ. എന്നിട്ട് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് പോയിന്റ് സേസ് മാ മാ. MA MA 2 MA വരും കേട്ടോ. അതിന്റെ ഇടയിലായിട്ട് എന്ത് ചെയ്യാ? ഹൈഫൺ ഇടാം. സേസ് മാ മാ. ഓർ ഡാ ഡാ. DA DA. ഇത് D ആണ് കേട്ടോ. DA DA. എന്നിട്ട് അതിന്റെ ഇടയിൽ എന്ത് ചെയ്യാ? ഹൈഫൺ ഇടാം. ഓക്കെ, ഇനി അതിന്റെ കൂടെ തന്നെ എഴുതാ വിത്തൗട്ട് മീനിങ്. ഓക്കെ, വിത്തൗട്ട്. ഇതൊക്കെ പറയുന്നത് മീനിങ് മനസ്സിലാക്കാതെയാണ്, അർത്ഥം. അതായത് അച്ഛൻ ആരാണ്, അമ്മയാണ്, അതൊന്നും തിരിച്ചറിയാതെയാണ് ഇങ്ങനെയുള്ള സൗണ്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് അവർ പറയുന്നത് കേട്ടോ. വിത്തൗട്ട് മീനിങ്. വിത്തൗട്ട് മീനിങ്. Next point, tries to communicate by actions or gestures. Tries to communicate by actions or gestures. 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 ഒന്നുകൂടി പറയൂ. Tries to TRIES, tries to communicate. 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 Communicate by actions. ACTIONS. Or gestures. GESTURES. Okay. ഫസ്റ്റ് സെന്റൻസ് ഫസ്റ്റ് വേർഡ്സ് ട്രൈസ് ടു എന്നാണോ? CRY ആണോ? TRIES കേട്ടോ. ട്രൈസ്. ശ്രമിക്കുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ട്രൈസ്, അതായത് ശ്രമിക്കുന്നു. ടു റിപ്പീറ്റ് യുവർ സൗണ്ട്സ്. ടു റിപ്പീറ്റ് യുവർ സൗണ്ട്സ്. നിങ്ങളുടെ ശബ്ദം അനുകരിക്കാനായിട്ട് ശ്രമിക്കുന്നു കേട്ടോ. ഓക്കെ, ട്രൈസ് ടു റിപ്പീറ്റ് യുവർ സൗണ്ട്സ്. നെക്സ്റ്റ് കേട്ടോ, സേസ് ഫസ്റ്റ് വേർഡ്. സേസ് ഫസ്റ്റ് വേർഡ്. ആദ്യത്തെ വേർഡ് പറയാനായിട്ട് അവര് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടല്ല, ആദ്യത്തെ വേർഡ് മാത്രം പറയാനായിട്ട് ശ്രമിക്കുന്നു. സേസ് ഫസ്റ്റ് വേർഡ്. ഓക്കെ, ഈ 2 പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അതായത് കുട്ടിയുടെ 5 months വരെയുള്ള കാര്യവും കുട്ടിക്ക് എത്രയാ 11 months. 11 months വരെയുള്ള കാര്യങ്ങളും പറഞ്ഞത് ക്ലിയർ ആയല്ലേ? നെക്സ്റ്റ് എത്രയായിരിക്കും അപ്പോ? 1 to 2. അതായത് 12 to 17 കേട്ടോ. കുട്ടിക്ക് 12 മാസം തുടങ്ങി, അതായത് ആ 1 വയസ്സ് വരെ, 1 വയസ്സ് തുടങ്ങി ആ ഒരു 1.5 ആ ഒരു ഏജിൽ വരുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ.
12 to 17 months കേട്ടോ. 12 മുതൽ 17 മാസങ്ങൾ കേട്ടോ. 12 to 17 months. ഓക്കെ. 2 വയസ്സായ കുട്ടിയുടെ അമ്മ ആരേനകത്ത്? 2 വയസ്സ് താഴെയുള്ള ആരിഫ അല്ല കേട്ടോ. 1 വയസ്സല്ലേ ആയിട്ടുള്ളൂ കുട്ടിക്ക്. ഞാനുണ്ട് മാം. 2 വയസ്സ്. സിബിക. ഓക്കെ. എന്താണ് ഒന്ന് പറഞ്ഞേ, എന്തൊക്കെ മാറ്റങ്ങളാ കുട്ടിയിൽ ഉണ്ടാവണേ? ഇപ്പൊ 2 സ്റ്റേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ? ഇതിൽ നിന്ന് കുഞ്ഞിന് എന്തൊക്കെ മാറ്റങ്ങൾ ഇപ്പൊ ഉണ്ടായേക്കണേ? ഇപ്പൊ ഒരുവിധം എല്ലാതും അവൻ തെളിച്ചിട്ട് തന്നെ പറയണ കാര്യങ്ങളൊക്കെ കുറെ സംസാരിച്ച് തന്നെ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചെറിയ വേർഡ്സ് ആണെങ്കിൽ കൂടി അവന് വേണ്ടത് വേണം എന്നുള്ളത് വേണം. ഇപ്പൊ ഇവനാണെങ്കിൽ ആപ്പിള്, മാങ്ങ, പിന്നെ അവന് ഉപ്പ, ഉമ്മ, അങ്ങനെ. പിന്നെ അവന്റെ ടോയ്സിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വണ്ടിക്ക് ബ്രൂ എന്ന് പറയും. അങ്ങനെ അവന്റെ കാര്യങ്ങളൊക്കെ അവൻ നമുക്ക് പറഞ്ഞു തരും. എന്താണോ അവനില്ലത്. മൂത്രം ഒഴിക്കുകയാണെങ്കിൽ ടു ടു പറയും. അങ്ങനെ അവന്റെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷനും നല്ലപോലെ ശ്രമിക്കുന്നുണ്ട് സംസാരിക്കാനായിട്ട്. ശ്രമിക്കുന്നുണ്ട് അല്ലേ? നെക്സ്റ്റ് വേറെ ആരാ ഇനി? മുബീന. പറയട്ടെ കേട്ടോ. എന്റെ മോന് മൂത്ത ആള് ചെയ്യുന്നത് കണ്ടെങ്ങാണ്ട് ആണെന്ന് തോന്നുന്നു കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ 2 വയസ്സും 3 മാസമായിട്ട് പിന്നെ ബാത്റൂമിലൊക്കെ ഞാൻ കാണാതെ തന്നെ ഇപ്പൊ പോവാൻ തുടങ്ങി. പറയും. അത് മൂത്ത ആള് ചെയ്യുന്നത് പോലെ സംസാരവും അതേപോലെ തന്നെ ഇപ്പൊ വാക്കുകളൊക്കെ കൃത്യമായിട്ട് ഇപ്പൊ പറയാൻ തുടങ്ങി. അവര് പറയുന്നത് പോലെ അക്ഷരങ്ങള് പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുളിക്കുന്നതും സ്വന്തം കുളിക്കും. ഞാൻ കാണാതെ തന്നെ എത്രയോ പ്രാവശ്യം കുളിയും കഴിയും. അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ സ്വയം തന്നെ വാരി കഴിക്കാൻ തുടങ്ങി. പിന്നെ വാക്കുകളും പിന്നെ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാൻ അതെനിക്ക് തോന്നുന്നു മൂത്ത ആളത് കണ്ട് അതേപോലെയാണ് ഇത്രയും വന്നത്. പക്ഷെ ആദ്യത്തെ ആൾക്ക് അത്ര ഇത് വന്നില്ലേനും ഫസ്റ്റ്. അപ്പൊ ഇപ്പം ഇവന്റേത് കണ്ടുകൊണ്ട് അവനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇനി ആരാ? മുബീന അല്ലേ? അവനും ഇതുപോലെ എല്ലാം പറയും. പിന്നെ അതുപോലെ ഓരോരുത്തരുടെ ഡ്രസ്സ് വെച്ചോപ്പം എൻ്റെ ഉപ്പ നീല കാറിൽ വരും. അപ്പൊ അവൻ പറയും നീല ഉപ്പ പറയും. അതുപോലെ സ്കൂട്ടിയിലാണെങ്കിൽ സ്കൂട്ടി ഉപ്പ. അങ്ങനെ ഓരോരുത്തരെ നമുക്ക് പറഞ്ഞ് ഇന്ന ആള് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തരും. മോളുണ്ട്. മോളെ പേരാ വിളിക്കുക, അജ്മിയെ വിളിക്കും. 2 വയസ്സായപ്പോഴത്തേനും എല്ലാം ഒരുവിധമൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. ദേഷ്യം വന്നാൽ അതിനുള്ളതൊക്കെ മനസ്സിലാവും. പിന്നെ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ദേഷ്യം വന്നാൽ അപ്പം അത് പറയും. അപ്പോൾ അത് പറയാൻ പറ്റില്ല എന്ന് അവർക്ക് തന്നെ അറിയാം, ഇങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം അതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് സംസാരിക്കും, ഭക്ഷണം വേണം എല്ലാം പറയും. അങ്ങനെയാണ്. പക്ഷെ മോളായിരുന്ന സമയത്ത് ഞങ്ങൾ മഹാരാഷ്ട്രയിലായിരുന്നു. അപ്പം വീടിനടുത്ത് ഒരു കുട്ടി, അവളുടെ അതേ ഏജുള്ള കുട്ടി ഉണ്ടായിരുന്നു. അപ്പം ഈ കുട്ടിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവൻ സംസാരിക്കുന്ന പോലെ മറാഠിയാണ് സംസാരം തുടങ്ങിയത്. അതെ. പിന്നെ സെവൻ്റെ ഒക്കെ വരുമ്പോൾ അവരോടൊക്കെ ഇങ്ങനെ ചെറിയ കുട്ടികൾ ശരിക്കും അവർ നമ്മുടെ ലാംഗ്വേജ് പറയുകയല്ലേ ചെയ്ത്. അങ്ങനെയല്ല, അവരുടെ ലാംഗ്വേജ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഇങ്ങനെ ട്രൈ ചെയ്യും. ഓരോ സാധനങ്ങളൊക്കെ മറാഠിയിൽ അറിയായിരുന്നു. ഇതാണ് എന്നുള്ളത്. കളിക്കുമ്പോൾ ആ കുട്ടിയുടെ കൂടെ ഇങ്ങനെ കളിച്ചിട്ട്. ഇനി ആർക്കെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? എത്ര മാസം തുടങ്ങിയ? 12 തുടങ്ങി 17 മാസം വരെ കേട്ടോ. 12 to 17 months ആണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ഇത് മാത്രമേ ഉള്ളോ? ഞാൻ ചോദിക്കട്ടെ, നമ്മളെന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പറയാനായിട്ട് ശ്രമിക്കോ? വെർബലി അല്ല കേട്ടോ, ആക്ഷൻസിലൂടെ ശ്രമിക്കാറുണ്ട് അല്ലേ? സബീക ചെയ്യാറുണ്ടല്ലേ അങ്ങനെ? കുഞ്ഞ് അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ വേർഡ്സുകൾ എങ്ങനെയാ പറയാ അവര്? വേർഡ്സുകള് പറഞ്ഞാല് നമുക്ക് സാധനങ്ങളുടെ പേരൊക്കെ കറക്റ്റ് ആയിട്ട് പറയും. പിന്നെ ഒരു സെന്റൻസ് ആക്കി വരുമ്പോ
അതൊരു കണ്ടിന്യൂഷൻ ഇല്ലാതെ ഇങ്ങനെ ഓരോ വേർഡ്സ് വെച്ചിപ്പോ പപ്പ പോയി എന്നാണെങ്കിൽ പപ്പ ബൂ അങ്ങനെ പറയും, പപ്പ പോയി അങ്ങനെ പറയില്ല, ഒന്നായിട്ട് പറയാൻ കഴിയില്ല. എന്നാ മുറിച്ച് മുറിച്ച് നമുക്ക് കാര്യം മനസ്സിലാവും പറഞ്ഞത് എന്താന്നുള്ളത്. ഇപ്പോ ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ മാമു വേണം അങ്ങനെ പറയും. പിന്നെ വെള്ളം വേണമെങ്കിൽ വെള്ളം അങ്ങനെ പറയും. അങ്ങനെ മുഴുവനായിട്ട് ഫുൾ സെന്റൻസ് അല്ലെങ്കിലും എന്താ അവർ ഉദ്ദേശിച്ചത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ലോണം ചെയ്തു തരും. എന്താണ് പറയുന്നത് വരെ ആക്ഷൻ ആയിട്ടും രണ്ടും ആക്ഷനും അവന്റെ വേർഡ്സും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പൊ ഞാനിതൊന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, ഇതിനകത്തുള്ള കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും കറക്റ്റ് ആണോ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ 12 to 17 months വരെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളാണ്. അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ആദ്യം ഞാൻ പറയുന്നത് കേൾക്കുക, അത് കഴിഞ്ഞിട്ട് നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, ആൻസർ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നോൺ വെർബലി. കറക്റ്റ് അല്ലേ? ഓക്കെ, ആൻസർ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നോൺ വെർബലി. സബിക്ക് പറഞ്ഞതാണ് അല്ലെ? ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സേസ് 2 to 3 words. 2 to 3 words to label a person or object. Pronunciation may not be clear. Okay, മനസ്സിലായോ? Says 2 or 3 words, label a person or object. Pronunciation may not be clear. അതായത് ഒരു വ്യക്തിയെയോ അല്ലെ, ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഉള്ള ഒരാളെയോ കുറിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഇപ്പൊ ഒരു ടോയ് ആവട്ടെ, അതിനെ കുറിച്ചോ എന്താണ് 2 മുതൽ 3 വാക്കുകൾ വരെ കുഞ്ഞ് പറയാം. ഓക്കെ, പക്ഷെ ഈ പറയുന്ന വാക്കുകൾ എന്ന് പറയുന്നത് പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആകണം എന്നില്ല. ഓക്കെ, ശരിയല്ലേ സബിക? യെസ്. ഓക്കെ, അപ്പൊ 2 or 3 വേർഡ്സുകൾ എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങൾ പറയാൻ തുടങ്ങും. പക്ഷെ ആ പറയുന്ന വാക്കെന്ന് പറയുന്നത് എന്താ, അത് പ്രൊനൗൺസിയേഷൻ അവരുടെ ക്ലിയർ ആയി വരണം എന്ന് ഇല്ല. പിന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവര് ആൻസേഴ്സ് നൽകുന്നത് പക്ഷേ വെർബലി അല്ല, നോൺ വെർബലി ആണെന്ന് മാത്രം കേട്ടോ. ആക്ഷൻസിലൂടെയൊക്കെ മറ്റുമാണ് അവര് നമുക്ക് ആൻസേഴ്സ് തരുന്നത്. അതുപോലെ തന്നെ ട്രൈസ് ടു ഇമിറ്റേറ്റ് സിമ്പിൾ വേർഡ്സ്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും പറയാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അതായത് ഫുൾ ആയിട്ട് തന്നെ എന്താണ്, ചിലപ്പോ പ്രൊനൗൺസിയേഷനിൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞു എന്താണ്, നമ്മൾ പറയുന്ന ഒരു വേർഡിന്റെ ഒരു ലെറ്റർ ആയിരിക്കും കുഞ്ഞ് പറയുന്നത് ആദ്യത്തെ മാസത്തിൽ അല്ലെ. പക്ഷെ ഈ ഒരു സ്റ്റേജ് വരുമ്പോൾ കുഞ്ഞ് ഫുൾ ആയിട്ട് പറയാൻ ശ്രമിക്കും. പക്ഷെ ക്ലാരിറ്റി ഉണ്ടാവണം എന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, വൊക്കാബുലറി ഓഫ് 4 to 6 words, അതായത് 4 മുതൽ 6 വരെയുള്ള വാക്കുകള് പറഞ്ഞു വരാം. അങ്ങനെയുള്ള വേർഡ്സുകൾ കേട്ടോ. 4 അക്ഷരം തുടങ്ങിയ 4 ലെറ്ററിൽ തുടങ്ങി 6 ലെറ്ററിൽ വരെ അവസാനിക്കുന്ന വേർഡ്സുകള് കുഞ്ഞ് പറഞ്ഞെന്ന് വരാം. ഓക്കെ, സബീക എഗ്രി ചെയ്യുന്നുണ്ടോ? ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. കറക്റ്റ് ആണ് അല്ലെ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നേ 12 to 17 months കുഞ്ഞിന് സംഭവിക്കുന്നത് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. 12 to 17 months കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, ആൻസർ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നോൺ വെർബലി. ആൻസേഴ്സ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നോൺ വെർബലി. Second point, says, S-A-Y-S, 2 to 3 words. 2 to 3 words. To label a person or object. Person or object. And bracket letter, the pronunciation may not be
clear. Okay. Pronunciation pronunciation. Okay. Pronunciation. അതായത് ഉച്ചാരണം ക്ലിയർ അല്ല, അതായത് ആ ഒരു അവർ പറയുന്ന ആ ഒരു ഉച്ചാരണം, അവർ പറയുന്ന ആ ഒരു രീതി ക്ലിയർ അല്ലായിരിക്കും കേട്ടോ. പ്രൊനൗൺസിയേഷൻ മേ നോട്ട് ബി ക്ലിയർ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ്, tries to imitate simple words. Try to imitate simple words. Next, vocabulary of 4 to 6 words. Vocabulary of 4 to 6 words. Okay. Note ചെയ്താ? നോട്ട് ചെയ്തല്ലേ? ഓക്കെ. അപ്പോ ആരിഫില്ലേ സ്ഥലത്ത്? ആരിഫ, ആരിഫ് എന്ത് ചെയ്യണം? ആരിഫ കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? ആരിഫ പോയെന്ന് തോന്നുന്നു. ഓക്കെ. മുബീന മുബീന സിക്സ് ടു 11 months വരെയുള്ള കാര്യങ്ങള് ഞാൻ പറഞ്ഞു അല്ലെ? ആ ഒരു പോയിന്റ്സും കാര്യങ്ങളും പറഞ്ഞു. 6 to 11 months. അതിനകത്ത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഫൈൻഡ് ചെയ്തിട്ട് നാളെ കൊണ്ടുവരിക. ഓക്കെ. ആരിഫ വന്നോ? അതായത് ആരിഫ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് 5 months വരെയുള്ള കാര്യങ്ങൾ ആരിഫ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? എന്നിട്ട് ഞാൻ പറഞ്ഞ പോയിന്റ്സ് അല്ലാതെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കാര്യം കുഞ്ഞിന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് നാളെ എഴുതിക്കൊണ്ടുവരിക. ഓക്കെ. ഇനി സബീക്ക. 12 to 17 months വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാനിപ്പോ. അതിൽ നിന്ന് എക്സ്ട്രാ പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? നാളെ കണ്ടുപിടിച്ചിട്ട് വരിക കേട്ടോ. ഓക്കെ. അപ്പോ ഇവർക്ക് 3 പേർക്കും മാത്രമാണ് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഇവര് ആ ഒരു ഏജിലുള്ള കുഞ്ഞുങ്ങളുമായിട്ട് ക്ലോസ്ഡ് ആണ് അല്ലെ? ആ ഒരു ഏജിലുള്ള കുഞ്ഞുങ്ങള് ഇവരുടെ വീട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവർക്കുമായിട്ട് മാത്രം അത് കൊടുത്തത് കേട്ടോ. അവരെന്തെങ്കിലും ഒരു എക്സ്ട്രാ പോയിന്റ് ഉണ്ടെങ്കിൽ നാളെ ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യൂ കേട്ടോ. ഓക്കെ. ബാക്കിയുള്ളവർ ചെയ്യണ്ട, ബാക്കിയുള്ളവർക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോ ആദ്യത്തെ 3 പേർക്ക് കൊടുത്തത് കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളത്തെ ക്ലാസ്സിലേക്ക് Thank you, ma'am. Good night, ma'am. താങ്ക് യു.